Hi dear students, welcome to the new session of Management Science. Management Science-ന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനേജ്മെന്റ് സയൻസിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ ഒന്ന് അൺബൗണ്ടഡ് സൊല്യൂഷൻ, ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ, ദെൻ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ്, ഡീജനറസി, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് ഈ സിറ്റുവേഷൻസ്, സൊല്യൂഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യുന്നു, അൺബൗണ്ടഡ് സൊല്യൂഷൻ. അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് വി നോട്ടീസ് ദാറ്റ് എവറി വിസിബിൾ ഇൻ ദി ഇൻകമിംഗ് വേരിയബിൾ column has all its elements negative or void, when we are searching the outgoing variables, we are face to face with a problem which have unbounded solution. There is no optimal concrete value. Right now, growing the values of variables, the objective function value also grows and does not violate any restriction. എന്താണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും അല്ലെ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സിംപ്ലെക്സ് ടേബിൾ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൽ ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് CJ-ZJ കണ്ട് ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് നടത്തുന്നു. ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കീ കോളം ഐഡന്റിഫൈ ചെയ്യും. കീ കോളം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതാണല്ലോ ഇൻകമിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ കീ കോളം ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഔട്ട് ഗോയിങ് വേരിയബിൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. വി ആർ സെർച്ചിങ് ദി ഔട്ട് ഗോയിങ് വേരിയബിൾ അല്ലെ. നമ്മൾ ഔട്ട് ഗോയിങ് വേരിയബിൾ സെർച്ച് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്താണ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റേഷ്യോ. മിനിമം റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള നോൺ നെഗറ്റീവ് റേഷ്യോ ആണ് നമ്മൾ മിനിമം റേഷ്യോ എന്ന് പറയുന്നത്. സോ ആ മിനിമം റേഷ്യോ കാണുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ആക്ച്വലി അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അത്തരത്തിലൊരു മിനിമം റേഷ്യോ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മിനിമം റേഷ്യോ ഇല്ല എന്നുണ്ടെങ്കിൽ, അതാണ് ഇതിനകത്ത് പറയുന്നത് ഓൾ എലമെന്റ്സ് നെഗറ്റീവ് അല്ലെ. എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യാണ്, നെഗറ്റീവ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഔട്ട് ഗോയിങ് വേരിയബിളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ആ ഒരു സിറ്റുവേഷനെയാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലത്തെ നമുക്ക് പരിചയപ്പെടാം. പ്രോബ്ലം ചെയ്യുന്ന മുഴുവൻ സ്റ്റെപ്സുകൾ നമ്മൾ കാണിക്കുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോസുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്റ്റെപ്പ് കാണിക്കുന്നില്ല, ജസ്റ്റ് അതിലേക്കുള്ള ആൻസർ, എവിടെയാണ് ആ പ്രോബ്ലം വരുന്നത്, അൺബൗണ്ടഡ് സൊല്യൂഷൻ വരുന്നത് എന്ന് മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അൺബൗണ്ടഡ് സൊല്യൂഷന്റെ ഒരു പ്രോബ്ലം നൽകിയിട്ടുണ്ട്. മാക്സിമൈസ് Z ഈക്വൽ ടു 10x1 plus 8x2, then constraints 2x1 less than or equal to 14, 2x1 minus 2x2 less than or equal to 16, x1 x2 greater than or equal to 0. സോ നമ്മൾ അതിന്റെ സൊല്യൂഷൻ കാണുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് സൊല്യൂഷൻ കാണേണ്ടത് എന്നുള്ളത്. നമ്മൾ ഇനീക്വാലിറ്റിയിൽ നിന്നും ഇക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു. 2x1 plus s1 അല്ലെ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. then 14, then 2x1 minus 2x2 plus s2 equal to 16, then x1 x2 s1 s2 greater than or equal to 0. അതിനുശേഷം നമ്മൾ ഇനീഷ്യൽ സിംപ്ലെക്സ് ടേബിൾ വരച്ചിട്ടുണ്ട്. ഇനീഷ്യൽ സിംപ്ലെക്സ് ടേബിളിൽ നമ്മൾ ബേസിക് വേരിയബിൾസ്, അതേപോലെ തന്നെ ബേസിക് വേരിയബിൾസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. നോൺ ബേസിക് ആയിട്ടുള്ള വേരിയബിൾസും അതുപോലെ തന്നെ ബേസിക് വേരിയബിൾസും എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ എടുത്ത് എഴുതി. then നമ്മൾ ZJ ഐഡന്റിഫൈ ചെയ്തു. ദെൻ CJ-ZJ കണ്ടു. അപ്പൊ നമ്മൾ ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടീഷൻ വെച്ച് നമ്മൾ നോക്കുകയാണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള CJ-ZJ എന്ന് പറയുന്നത് 10, 8, 0, 0. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് ആണ്. ഒപ്റ്റിമാലിറ്റി ചെക്കിംഗിൽ നമുക്കറിയാം മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ എല്ലാ CJ-ZJ എന്തായിരിക്കണം, ലെസ് ദാൻ ഒരു ഈക്വൽ ടു 0 ആവണം, അല്ലെ ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ 0 വാല്യൂ ആയിരിക്കണം. പക്ഷെ നമുക്കിവിടെ പോസിറ്റീവ് വന്നിട്ടുണ്ട്, 10ഉം 8ഉം വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടേബിളിലേക്ക് പോകണം. അതായത് നമ്മൾ കീ കോളം ഐഡന്റിഫൈ ചെയ്യണം. സോ ഇൻകമിംഗ് വെക്ടർ കീ കോളം ഐഡന്റിഫൈ ചെയ്യുന്നു. ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് ΔJ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ കീ കോളം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കീ റോ ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഔട്ട് ഗോയിങ് വെക്ടർ ഏതാണെന്നുള്ളത് നോക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 14/2 അതുപോലെ തന്നെ 16/2. സോ ഏതാണ് മിനിമം റേഷ്യോ 7 ആണ്. അതുകൊണ്ട് നമ്മൾ കീ റോ ഐഡന്റിഫൈ ചെയ്തു. ദെൻ നമുക്ക് നെക്സ്റ്റ് ടേബിളിലേക്ക് പോവാം. സോ നമ്മളിവിടെ സെക്കൻഡ് സിംപ്ലെക്സ് ടേബിൾ വരച്ചിട്ടുണ്ട്. സെക്കൻഡ് സിംപ്ലെക്സ് ടേബിളിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും പുതിയ വാല്യൂസ്, കീ റോയുടെ പുതിയ വാല്യൂ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു റോയുടെയും സെക്കൻഡ് റോയുടെയും പുതിയ വാല്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ZJ കാൽക്കുലേറ്റ് ചെയ്യാം. ZJ കാൽക്കുലേറ്റ് ചെയ്തു. CJ-ZJ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മുടെ ഒപ്റ്റിമാലിറ്റി ചെക്കിംഗിലേക്ക് പോവാണ്. ഒപ്റ്റിമാലിറ്റി ചെക്കിംഗിൽ 0, 8, -5, 0. എന്താണ് നമ്മുടെ ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ്? നമ്മുടെ പ്രോബ്ലം മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഓൾ
CJ മൈനസ് ZJ എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പക്ഷെ നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ 0 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഇൻകമിംഗ് വെക്ടർ ആയിട്ട് മാറുന്ന നമ്മുടെ കീ കോളം എന്ന് പറയുന്നത് ഈ ഒരു കോളാണ്. സോ നമ്മൾ കീ കോളം ഐഡന്റിഫൈ ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യലാണ്. സോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ കീ കോളത്തിലെ എലമെന്റ്, ദെൻ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ കീ കോളത്തിലെ എലമെന്റ്. 7 ഡിവൈഡഡ് ബൈ 0, 2 ഡിവൈഡഡ് ബൈ -2. സോ 7/0 എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ലഭിക്കുക, അല്ലെ ഇൻഫിനിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ ലഭിക്കുക. അതേപോലെ തന്നെ 2/-2 എന്ന് പറയുമ്പോൾ -1 ആണ് ലഭിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കീ റോ ഐഡന്റിഫൈ ചെയ്യണം. കീ റോ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, ഏറ്റവും മിനിമം നോൺ നെഗറ്റീവ് റേഷ്യോ ആണ് നമ്മൾ എടുക്കാറുള്ളത്, അല്ലെ മിനിമം റേഷ്യോ എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള മിനിമം റേഷ്യോ ആണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്കിവിടെ നോൺ നെഗറ്റീവ് ആയിട്ടൊരു വാല്യൂ ഇല്ല, അല്ലെ നമുക്കിവിടെ ഒന്നുകിൽ ഇൻഫിനിറ്റി ആണ് വന്നിട്ടുള്ളത്, രണ്ടാമത്തതിൽ എന്താണ് -1 ആണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കീ റോ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല, അതായത് ഇവിടെ കീ റോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, നമുക്കിവിടെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. ഇതിനെയാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനെയാണ് നമുക്ക് കീ റോ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത, റേഷ്യോ നോൺ നെഗറ്റീവ് അല്ലാതെ എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂസോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിട്ടുള്ള വാല്യൂസോ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്നുള്ള ഈ ഒരു സിറ്റുവേഷനെ പറയുന്നത്. ഓക്കെ, ഇതാണ് അൺബൗണ്ടഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടേം ആയിട്ട് പറയുന്നത്. സോ നമ്മളിവിടെ അൺബൗണ്ടഡ് സൊല്യൂഷൻ പഠിച്ചു. ദെൻ നെക്സ്റ്റ് പോകുന്നത് ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ എന്തെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ? ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ലീനിയർ പ്രോബ്ലം ഹാസ് നോ ഒപ്റ്റിമൽ സൊല്യൂഷൻ വി കെ സാൻഡ് ദാറ്റ് ഇൻഫീസിബിലിറ്റി എക്സിസ്റ്റ്. ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നമുക്ക് പറയാം അവിടെ ഇൻഫീസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ഇൻ ഗ്രാഫിക്കൽ സൊല്യൂഷൻ വെൻ ദർ ഈസ് നോ കോമൺ പോയിന്റ് ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഹാസ് ഇൻഫീസിബിൾ സൊല്യൂഷൻ. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ ചെയ്തപ്പോൾ അവിടെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക റീജിയൻ, അല്ലെ നമ്മൾ റീജിയൻ അടയാളപ്പെടുത്തുന്ന സമയത്ത് ഒരു കോമൺ ആയിട്ടുള്ള റീജിയൻ ഇല്ല എങ്കിൽ അവിടെ ഇൻഫീസിബിൾ സൊല്യൂഷൻ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സിംപ്ലക്സിലും വരുന്നത്. വെൻ ഇൻ ഫൈനൽ സൊല്യൂഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എക്സിസ്റ്റ് ഇൻ ബേസിക് ആസ് എ പോസിറ്റീവ് വാല്യൂ ദെൻ ദർ ഈസ് നോ ഫീസിബിൾ സൊല്യൂഷൻ. ഇവിടെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിംപ്ലക്സിൽ വരുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, ഫൈനൽ സൊല്യൂഷനിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വാല്യൂ വരിക എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മുടെ ഫൈനൽ സൊല്യൂഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം അതിനൊരു ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ബിഗം മെത്തേഡിൽ ചെയ്തതാണ്. അതുപോലെ തന്നെ മിക്സഡ് ടൈപ്പ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോസിൽ കണ്ടാൽ അറിയാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇഫ് ആൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾ അപ്പിയേഴ്സ് ഇൻ ദ ഫൈനൽ സൊല്യൂഷൻ വിത്ത് എ പോസിറ്റീവ് വാല്യൂ ദാറ്റ് മീൻസ് ദാറ്റ് ദ പ്രോബ്ലം ഡസ് നോട്ട് ഹാവ് എനി ഫീസിബിൾ സൊല്യൂഷൻ. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിന്റെ ഫൈനൽ സൊല്യൂഷനിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, അതായത് അത് ആ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് പരിചയപ്പെടാം. സോ ഇൻഫീസിബിലിറ്റി സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് 10x1 maximize z equal to 10x1 plus 15x2 then subject to constraints 2x1 plus x2 less than or equal to 40, 4x1 minus x2 less than or equal to 20, x1 greater than or equal to 30, x1 x2 greater than or equal to 0. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എൻ്റർ സോൾവ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ആൻസർ മാത്രം. കാരണം നമുക്ക് എന്താണ് ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ എന്ന് പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കുന്നില്ല, ജസ്റ്റ് എന്താണ് ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ അതിന്റെ സൊല്യൂഷൻ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ഇനീക്വാലിറ്റിനെ ഇക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ 2x1 പ്ലസ് x2 പ്ലസ് സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കാരണം ലെസ് ദാൻ ആണ്, ഈക്വൽ ടു 40. ദെൻ 4x1 മൈനസ് x2 plus s2 equal to 20, x1 minus
S3 പ്ലസ് A1 അല്ലെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈക്വൽ ടു 30. ഇതൊരു മിക്സഡ് ടൈപ്പ് പ്രോബ്ലം ആണ് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ലെസ് ദാനും ഉണ്ട് അതേപോലെ തന്നെ ഗ്രേറ്റർ ദാനും ഉണ്ട്. സോ ഒരു മിക്സഡ് ടൈപ്പ് പ്രോബ്ലം ആണ്. ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മിക്സഡ് ടൈപ്പ് പ്രോബ്ലം എന്നുള്ളതിൽ. സോ അതൊന്ന് കാണാത്ത ആളുകൾ അത് കണ്ടിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, then max z ഈക്വൽ ടു 10x1 പ്ലസ് 15x2 പ്ലസ് 0s1 പ്ലസ് 0s2 പ്ലസ് 0s3 മൈനസ് MA1. മൈനസ് M ആണ് ഇവിടെ നൽകേണ്ടത്, കാരണം എന്താണ്, ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഓക്കെ, സോ നമ്മൾ ഇനീക്വാലിറ്റിയിൽ നിന്നും ഇക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സിംപ്ലക്സ് ടേബിളിലേക്ക് പോവുകയാണ്. സോ നമ്മുടെ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ നമ്മൾ ബേസിക് വേരിയബിൾസ് x1, x2, s1, s2, s3, a1. അത് കഴിഞ്ഞ് നമ്മൾ നോൺ ബേസിക് വേരിയബിൾസ് ആയിട്ട് താഴെ എഴുതിയിട്ടുണ്ട് S1, S2, A1 അല്ലെ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, S1, S2, A1. എന്തുകൊണ്ടാണ് S3 എടുക്കാത്തത്? അവിടെ ഓൾറെഡി നമ്മൾ A1നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ A1ഉം S3യും വരുന്നത് ഒരേ ഇക്വേഷനിൽ നിന്നാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, A1 മാത്രമായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം നമ്മളെ വാല്യൂസ് എല്ലാം നമ്മുടെ കോഎഫിഷ്യന്റുകളെല്ലാം എഴുതിയിട്ടുണ്ട്, സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ZJ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ CJ മൈനസ് ZJ കാൽക്കുലേറ്റ് ചെയ്യും. സോ 10 പ്ലസ് M 15 0 0 മൈനസ് M 0. ഇതാണ് നമ്മുടെ CJ മൈനസ് ZJ കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യണം. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഓൾ CJ മൈനസ് ZJ ഷുഡ് ബി എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ നമുക്കിവിടെ ഇത് മൈനസ് M, ദെൻ 0 0 0 15ഉം 10 പ്ലസ് M ഉണ്ട്. സോ ഇവിടെ നമ്മൾ കീ കോളം ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഇൻകമിംഗ് വെക്ടർ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. സോ അവിടെ നമ്മുടെ ഇൻകമിംഗ് വെക്ടറിന് നമ്മൾ സെലക്ട് ചെയ്യുക ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് ഡെൽറ്റ ജെ ആണ്. സോ 10 പ്ലസ് M ആണ് ഇതിലെ ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് ഡെൽറ്റ ജെ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ കീ കോളം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കീ റോ ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 40/2, 20/4, 30/1 അല്ലെ. നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മിനിമം റേഷ്യോ സെലക്ട് ചെയ്തു. 5 ആണ് മിനിമം റേഷ്യോ. ദെൻ ഇതാണ് നമ്മുടെ S2 ആണ് നമ്മുടെ കീ റോ എന്ന് പറയുന്നത്. സോ 4 ആണ് കീ എലമെന്റ് എന്ന് പറയുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് പോവുകയാണ് ചെയ്യുക. സോ നമ്മുടെ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിൽ നമ്മൾ പുതിയ വാല്യൂസ് ആണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ x1 ആണ് നമ്മുടെ കീ റോ എന്ന് പറഞ്ഞിരുന്നത്. സോ x1ന്റെ പുതിയ വാല്യൂസ് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു റോകളുടെ ഒക്കെ പുതിയ വാല്യൂസ് കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്ത അതേ ഇക്വേഷൻസും അതേ രീതികളും ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പുതിയ വാല്യൂസ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ പുതിയ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ZJ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ CJ മൈനസ് ZJ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ CJ മൈനസ് ZJ കിട്ടി. സോ 0 15 പ്ലസ് 1/4 M 0 മൈനസ് 10/4 മൈനസ് 1/4 M ദെൻ മൈനസ് M 0. ഇതാണ് നമ്മുടെ CJ മൈനസ് ZJ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുന്നു. പ്രോബ്ലം മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, CJ മൈനസ് ZJ എന്തായിരിക്കണം, ഓൾ CJ മൈനസ് ZJ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. സോ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് വീണ്ടും വന്നിട്ടുണ്ട്, 15 പ്ലസ് വന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് 15 പ്ലസ് 1/4 M ആണ്. സോ നമ്മൾ അത് സെലക്ട് ചെയ്തു. ഇവിടെ കീ കോളം ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ കീ കോളം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കീ റോ ഐഡന്റിഫൈ ചെയ്യണം. സോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 30/3/2, 5/-1/4, 25/1/4 അല്ലെ. ആ രീതിയിൽ നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. റേഷ്യോസ് 20, 20, 100 നമുക്ക് അങ്ങനെ റേഷ്യോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മിനിമം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാന്ന് മീൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. 20, 20, 100. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഓൾറെഡി ഒരു തവണ എടുത്തതാണ് അല്ലെ. x1 നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ടേബിളിൽ നമ്മൾ കൊണ്ടുവന്നതാണ്, ഈ ഒരു ടേബിളിലേക്ക് നമ്മൾ കൊണ്ടുവന്നതാണ്. സോ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മുടെ കീ റോ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കീ റോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 3/2 ആണ് നമ്മുടെ കീ എലമെന്റ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടേബിളിലേക്ക് പോവാണ്, നമ്മുടെ തേർഡ് സിംപ്ലക്സ് ടേബിളിലേക്ക്. സോ നമ്മുടെ തേർഡ് സിംപ്ലക്സ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. തേർഡ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്ത അതേപോലെ തന്നെ എല്ലാ റോകളുടെയും പുതിയ വാല്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എല്ലാ റോകളിലെയും പുതിയ വാല്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെ. x2 0 1 2/3 1 മൈനസ് 1/3 0 0 20. x1 രണ്ടാമത്തെ റോയിൽ 1 0 1/6 1/6 0 0 10. അതേപോലെ തന്നെ A1 0 0 മൈനസ് 1/6 മൈനസ് 1/6 മൈനസ് 1 1 20. ഈ രീതിയിൽ
കിട്ടിയിട്ടുണ്ട്. ദെൻ ZJ കാൽക്കുലേറ്റ് ചെയ്തു, CJ മൈനസ് ZJ കാൽക്കുലേറ്റ് ചെയ്തു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ വരുന്നത് ഇവിടെയാണ്. സോ നോക്കുക, CJ മൈനസ് ZJ എന്താണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്? മാക്സിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് ഓൾ CJ മൈനസ് ZJ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നിങ്ങൾ നോക്കി, എല്ലാം 0 0 മൈനസ് 70/6 മൈനസ് 1/6 നെഗറ്റീവ് ആണ്. ദെൻ 20 ഡിവൈഡഡ് ബൈ 6 മൈനസ് 1/6 m അല്ലെ, വീണ്ടും എന്താണ് അത്? നെഗറ്റീവ് വാല്യൂ ആണ് വന്നിട്ടുള്ളത്. ദെൻ മൈനസ് m നെഗറ്റീവ് ആണ്, 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാം എന്ത് ചെയ്തു? നമ്മുടെ കണ്ടീഷൻ പ്രകാരം ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ വാല്യൂസ് നമുക്ക് വരാൻ പാടില്ല. അതായത് എം എന്നുള്ള വാല്യൂസ് നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. അതായത് നമ്മുടെ S1ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? ഈ ഒരു വാല്യൂ ആണ് വന്നിട്ടുള്ളത്. S2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് S3യുടെ വാല്യൂ വന്നിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു വാല്യൂ, ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ വാല്യൂ നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനും കഴിയില്ല. കാരണം ഇതിൽ ഒന്നും പോസിറ്റീവ് വാല്യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ കീ കോളം ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ. ഓക്കെ, സോ നമ്മുടെ ഇൻഫീസിബിലിറ്റി സൊല്യൂഷനും കഴിഞ്ഞു അല്ലെ. അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റേഷ്യോ നമുക്ക് അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എല്ലാം നെഗറ്റീവ് വാല്യൂസ് വരികയാണ്. ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മുടെ സൊല്യൂഷനിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ലഭിക്കുക അല്ലെ. ഇത് നമ്മൾ പിന്നെ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് കാണാറുണ്ട്, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് വരുന്ന സിറ്റുവേഷൻ. സോ എങ്ങനെയാണ് സിംപ്ലക്സ് മെത്തേഡിൽ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ വരുന്നത് എന്നത് നോക്കാം. ദെൻ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണ്? മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ടു എക്സിസ്റ്റ് the objective function must be parallel to a constraint that defines the boundary of the feasible region. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ കൺസ്ട്രൈൻറ്റുകളാണ് നമ്മുടെ ബൗണ്ടറി നിശ്ചയിക്കുന്നത്, നമ്മുടെ ഫീസിബിൾ റീജിയന്റെ ബൗണ്ടറി നിശ്ചയിക്കുന്നത്. ആ ഒരു ഫീസിബിൾ റീജിയനിൽ നിന്നാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നത് അല്ലെ. നമ്മുടെ ഒബ്ജക്റ്റീവ്സും അതേപോലെ തന്നെ നമ്മുടെ കൺസ്ട്രൈൻസുകളും എല്ലാം നോക്കിയിട്ട് നമ്മൾ നമ്മുടെ പിന്നെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ആ ഒരു റീജിയനിൽ നിന്നാണ്. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലും അതേപോലെ തന്നെ സിംപ്ലക്സ് മെത്തേഡിലും എല്ലാം ഈ ഒരു ബൗണ്ടറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കൺസ്ട്രൈൻസുകളുടെ ആ ലിമിറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് all basic variables in CJ minus ZJ are zeros and non-basic variables did not have zero values. സാധാരണഗതിയിൽ എല്ലാ CJ minus ZJ കളിലും നമ്മുടെ CJ മൈനസ് ZJ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ CJ മൈനസ് ZJയിൽ എല്ലാ ബേസിക് വേരിയബിൾസിന്റെ വാല്യൂസും 0 ആയിട്ടാണ് വരുന്നത് എങ്കിൽ, അതേപോലെ തന്നെ നോൺ ബേസിക് വേരിയബിൾസ് 0 വാല്യൂസ് ആവുന്നില്ല എങ്കിൽ, അങ്ങനെ 0 അതായത് ബേസിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ X1 X2 X3 തുടങ്ങിയിട്ടുള്ളതും നോൺ ബേസിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ S1 S2 S3 അല്ലെങ്കിൽ A1 A2 അങ്ങനെയുള്ള വാല്യൂസ്. അപ്പൊ അങ്ങനെ 0 ആണ് വരുന്നത്. ഏത് ബേസിക് വേരിയബിൾസ് 0 വരുന്നു, നോൺ ബേസിക് വേരിയബിൾസ് 0 അല്ല വരുന്നത്. Then if a non-basic variable in the optimal solution has a 0 value in the delta J row, അങ്ങനെ ഡെൽറ്റ ജെ റോയിൽ ഒരു നോൺ ബേസിക് വേരിയബിൾ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ 0 ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ദെൻ ഇറ്റ് ഹാസ് നോ യുണീക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അവിടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ യുണീക്ക് അല്ല, ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ. അവിടെ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ട്. അതായത് ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു സൊല്യൂഷനും കൂടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. സോ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലക്സ് പ്രോബ്ലത്തിന് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് പ്രകാരം നമ്മൾ ആൻസർ കണ്ടെത്തുന്ന സമയത്ത്, ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തുന്ന സമയത്ത് അതിന് ചിലപ്പോൾ എന്താവാം, അതിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ഒപ്റ്റിമൽ സൊല്യൂഷനും കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടെത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? നോൺ ബേസിക് വേരിയബിൾസ് ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ഡെൽറ്റ ജെ റോയിൽ 0 ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ S1 S2 S3 തുടങ്ങിയിട്ടുള്ള വാല്യൂസ് 0 ആയിട്ട് ഡെൽറ്റ ജെ റോയിൽ വരുന്നുണ്ട്, ഒപ്റ്റിമൽ സൊല്യൂഷൻ സമയത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ പ്രോബ്ലത്തിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല, ജസ്റ്റ് എന്താണ് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
സോ നമ്മുടെ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡീജനറസി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. എന്താണ് ഡീജനറസി എന്നുള്ളത് നോക്കാം. Degeneracy in a LPP occurs when one or more of the basic variables assume a value of 0. In this situation, we are not able to reach the next iteration table as the variable to be replaced is already a 0. അതായത് ഡീജനറസി വരുന്നത് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ ഒപ്റ്റിമാലിറ്റി നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടേബിളിലേക്ക് പോകും. അങ്ങനെ നെക്സ്റ്റ് ഐറ്ററേഷൻ ടേബിളിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിളിലേക്ക് നമുക്ക് പോവാൻ കഴിയുന്നില്ല എങ്കിൽ, വി ആർ നോട്ട് ഏബിൾ ടു റീച്ച്, അല്ലെ നമ്മൾ പോകാൻ കഴിയുന്നില്ല എങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഡീജനറസി ഒക്കേഴ്സ് വെൻ ദർ ഈസ് എ ടൈ ഫോർ മിനിമം റേഷ്യോ ഫോർ സെലക്ടിംഗ് the departing variable. The wrong selection will lead to the number of computation and the simplex procedure never reaches an optimal solution. It reduces the efficiency of the simplex method. അതായത് നമ്മൾ ചില സമയങ്ങളിൽ നമുക്കറിയാം, നമ്മൾ കീ കോളം ഐഡന്റിഫൈ ചെയ്ത് കീ റോ കണ്ടെത്തുകയാണ്. അപ്പോൾ കീ റോ കണ്ടെത്തുന്നത് നമ്മുടെ മിനിമം റേഷ്യോ നോക്കിയിട്ടാണ്. അപ്പോൾ മിനിമം റേഷ്യോ നമുക്ക് രണ്ടും ഒരേപോലെ മിനിമം റേഷ്യോ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരേ വാല്യൂ, ഇപ്പോൾ നമ്മൾ 2 ആണ് മിനിമം റേഷ്യോ എന്ന് സങ്കല്പിക്കുക. അങ്ങനെ 2 എന്നുള്ളത് 2 റോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെലക്ട് ചെയ്താലും രണ്ടാമത്തെ സെലക്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഒന്നാമത്തെ സെലക്ട് ചെയ്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. രണ്ടാമത്തെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടേബിളുകളുടെ എണ്ണം ചിലപ്പോൾ കൂടിയേക്കാം, അല്ലെ? അതായത് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസും അതേപോലെ തന്നെ അതിന്റെ പ്രൊസീജിയറും ചിലപ്പോൾ കൂടുതലായിരിക്കാം. നമ്മളൊരു ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം ചിലപ്പോൾ കൂടുതലായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സിംപ്ലെക്സ് മെത്തേഡിന്റെ എഫിഷ്യൻസി അത് റെഡ്യൂസ് ചെയ്യും. സോ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡീജനറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ രീതിയിലുള്ള ഒരു ടേബിൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കൂ, ഇപ്പൊ നമ്മൾ ഇനീഷ്യൽ സിംപ്ലെക്സ് ടേബിൾ ആണ്, അതിന്റെ റേഷ്യോ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. റേഷ്യോ 16/4 4, 9/3 3, ദെൻ 9/3 3, അതായത് 2 3 വന്നിട്ടുണ്ട്. അല്ലെ, നമ്മുടെ മിനിമം റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ 4 3 3 2 3 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് ഈ ഒരു പിന്നെ ഇനീഷ്യൽ സിംപ്ലെക്സ് ടേബിൾ നമ്മൾ കീ റോ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഈ ഒരു റോ ആണ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കീ റോ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇതും ഐഡന്റിഫൈ ചെയ്യാം. ഇതും നമുക്ക് കീ റോ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഫസ്റ്റത്തെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ഇതിന്റെ സൊല്യൂഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് 3 സിംപ്ലെക്സ് ടേബിൾ വേണ്ടി വന്നു. അതായത് ഇവിടെ തേർഡ് സിംപ്ലെക്സ് ടേബിളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ആൻസർ കിട്ടുന്നത്. തേർഡ് സിംപ്ലെക്സ് ടേബിൾ ആയപ്പോഴാണ് നമുക്ക് എല്ലാ CJ - ZJസും എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഒപ്റ്റിമാലിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇനീഷ്യൽ സിംപ്ലെക്സ് ടേബിളിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ റേഷ്യോസ് കണ്ടെത്തിയിട്ടുണ്ട് 4 3 3. ഓക്കെ, സോ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത് നമ്മൾ ഈ ഒരു S2 എന്ന് പറയുന്ന റോ ആണ് കീ റോ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് S3 എന്ന് പറയുന്ന റോ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് സിംപ്ലെക്സ് ടേബിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തേർഡ് സിംപ്ലെക്സ് ടേബിൾ വരച്ചിട്ടുണ്ട്. അതിലും നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ല. ഡെൽറ്റ ജെ, അതായത് നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് വാല്യൂ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യൂ, നാലാമത്തെ സിംപ്ലെക്സ് ടേബിളിലേക്ക് പോയി. നാലാമത്തെ സിംപ്ലെക്സ് ടേബിളിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, മൂന്നാമത്തെ സിംപ്ലെക്സ് ടേബിളിൽ നമുക്ക് ആൻസർ കിട്ടി, ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടി. അടുത്തത് നമ്മൾ നെക്സ്റ്റ് എടുത്തപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തത്, അല്ലെ? മൂന്നാമത്തെ റോ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്, അല്ലെ? S3 ആണ് നമ്മൾ സെലക്ട് ചെയ്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 4 സിംപ്ലെക്സ് ടേബിൾ വരയ്ക്കേണ്ടി വന്നു. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീജനറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി നമുക്ക് റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഈ ഡീജനറസി കൊണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനെയാണ് ഡീജനറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഡീജനറസി എന്ന് പറയുന്നത്. സോ ഡീജനറസി എന്തെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു.